ഈ അനാസ്ഥ എന്ന വാക്കൊക്കെ വളരെ ചെറുതായി പോകുന്ന അതെ, അതിലേക്കാട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ സ്ഥലം, ഈ പറയുന്ന ഈ ആമയിഴഞ്ചാൻ തോട്, ആ പ്രദേശമൊക്കെ നേരത്തെ നെൽപ്പാടമായിരുന്നു. ഇവിടെ നല്ല ജലപ്രവാഹമുള്ള ഒരു തോടായിരുന്നു അത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഈ രൂപത്തിലേക്ക് ആയത്. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഈ പ്രളയ പ്രതിരോധ സംവിധാനമൊക്കെ ഉള്ളൊരു പ്രദേശമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. പക്ഷേ ഈ ആമയിഴഞ്ചാൻ തോട് പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ശരിക്കും പല വീടുകളിലെയും കക്കൂസിൻ്റെ ഓവ് തന്നെ ഇവിടേക്കാണ് തുറന്നിരിക്കുന്നത്. നോക്കൂ, അതിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇന്ന് ആളുകൾ ഒരു തിരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നുണ്ടല്ലോ, അവർക്ക് ചെവിയിലേക്കൊക്കെ മാലിന്യം പോയിട്ടുണ്ട്, അപകടം വരാൻ സാധ്യത. അപ്പോൾ അത്രയ്ക്കും മാലിന്യമാണ് അവിടെ കിടക്കുന്നത് എന്നുള്ളതാണ്. ഈ മെയ് മാസം തന്നെ വലിയ തോതിൽ അവിടെ മഴയുണ്ടായ സമയത്ത് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. അപ്പോൾ അന്ന് വലിയ പ്രശ്നം വന്നു. അതിനുശേഷമാണ് ഇത് സമയത്തിന് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ അന്ന് ആ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു മാലിന്യ നിർമ്മാർജ്ജനം ഒരു ഘട്ടത്തിൽ നടന്നു. ഈ മഴക്കാല പൂർവ്വ ശുചീകരണം എന്നുള്ളത് കൃത്യമായി നടപ്പാക്കണം എന്നുള്ളൊരു കാര്യം നടപ്പാവാറേ ഇല്ല. ഇന്നിപ്പോൾ മേയർ സംസാരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. മേയറുടെയും അതിനുശേഷം റെയിൽവേയുടെ പ്രതിനിധികളെ നമ്മൾ കണ്ടു. മേയർ പറയുന്ന വാചകം എന്ന് പറയുന്നത് എന്താണ്? റെയിൽവേയുടെ വേസ്റ്റാണ്. എന്തുകൊണ്ടാണ്? പ്ലാസ്റ്റിക് കപ്പുകൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതാണ് അവർ പറയുന്നത്. ഇതാണ് അവർ പറയുന്നത്. എന്തൊരു ബാലിശവും ഇപ്പൊ പറയാൻ പാടില്ല. അവരൊക്കെ ആ സ്ഥാനത്തിരിക്കേണ്ട സമയം, അവരെ മാറ്റേണ്ട സമയം എത്രയോ അതിക്രമിച്ചു. നോക്കൂ, അതിനുശേഷം ആ വിഷയം ചർച്ച ചെയ്യാൻ എൻ്റെ ചർച്ചയിൽ വന്നിരുന്നത് അവിടുത്തെ കൗൺസിലറായ ഗായത്രി ബാബു. അവരുടെ പരിമിതികളും അവർ ചെയ്ത കാര്യങ്ങളും അവർക്കെതിരെ വരുന്നതിനെയൊക്കെ വളരെ മാന്യമായിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അതിനൊക്കെ ഒരു സമയവും കാലവും എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളൊരു വിഷയം അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2015 പറയുന്ന ഈ ഓപ്പറേഷൻ അനന്ത, അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ആ പ്രതിഷേധങ്ങൾ, അപ്പോൾ അന്ന് ഇപ്പം നമ്മുടെ ചർച്ചയിൽ തന്നെ ജിജി തോമസൺ പറയുന്നുണ്ടായിരുന്നു, ദയവ് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത്, മന്ത്രിമാർ ഇടപെടരുത് എന്ന് ആദ്യം തന്നെ അങ്ങോട്ട് ഒരു ഉപാധി വെക്കുകയാണ്. അപ്പോൾ ഒരു ഇടപെടില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ വ്യാപാരികളൊക്കെ ഇടപെടുമല്ലോ, ഒരു സമ്മർദ്ദം ചെലുത്തും. അപ്പോൾ അതിനൊന്നും വഴങ്ങിക്കൊടുക്കാതെ അത് കൃത്യമായി ഒരു തവണ നടപ്പാക്കി. 3-1 മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. അടുത്ത ഘട്ടമാകുമ്പോഴേക്കും അടുത്ത സർക്കാരായി. ഇതിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പല ജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടിവരുന്ന പല പദ്ധതികളും മുൻ സർക്കാരിൽ നടപ്പാക്കി എന്നുള്ളതുകൊണ്ട് അടുത്ത സർക്കാർ വേറെയാണ് വരുന്നതെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് അവരുടെയല്ലേ, നമ്മൾ വേറെ തുടങ്ങുന്നു എന്ന രൂപത്തിൽ. അപ്പോൾ എത്ര അതിൽ പണം നഷ്ടം വരുന്നു, അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകുന്നില്ല. ഇതൊക്കെ ജനങ്ങളെയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു ഒരു സംസ്കാരത്തിലേക്ക് സർക്കാരുകൾ തുടർച്ചയാണ് എന്നൊരു സംസ്കാരത്തിലേക്ക് വരുന്നില്ല. ചില വിഷയങ്ങളിൽ അത് പറയും, അവർക്ക് അനുകൂലമാവുന്ന വിഷയങ്ങളിൽ പറയും, അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ പല പദ്ധതികളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. ഇന്നിപ്പോൾ ഈ ഒരു തൊഴിലാളി എങ്ങനെയാണ് ഈ മാലിന്യം, ഓടകളിലെ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടി തൊഴിലാളികൾ ഇറങ്ങാൻ പാടില്ല, അത് കോടതി വിധിയുണ്ട്. ഇതിൽ റോബോട്ടിനെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ള വിധിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ നൗഷാദിൻ്റെ സംഭവത്തിന് ശേഷമാണ് കോഴിക്കോട്, അത് 2015 നൗഷാദ് 2 ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിന് സർക്കാർ പിന്നീട് സഹായം നൽകിയതിന് എങ്ങനെയാണ് വെള്ളാപ്പള്ളി പരാമർശിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷമാണത് മനുഷ്യരിറങ്ങരുത് എന്നുള്ള വിധി തന്നെ കോടതിയിൽ നിന്നുണ്ടാകുന്നത്. ഒക്കെ കൃത്യമായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇതിപ്പോൾ കരാർ കൊടുക്കുന്നു റെയിൽവേയുടെ ഭാഗത്തുനിന്ന്. അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനിയിപ്പോൾ സർക്കാർ സഹായം ചെയ്യാനാണ് ആ കുടുംബത്തിനെന്ന് എനിക്കറിയാം. അമ്മ കരയുന്ന ഔഷാദിന് ഭാര്യയ്ക്ക് ജോലി കൊടുത്താണ് പ്രശ്നമായത്. ഇതിപ്പോൾ ജോയ ആകുമ്പോൾ ഇനി എന്ത് പ്രശ്നമാകുമെന്ന് അറിയില്ല. വെള്ളാപ്പള്ളി അത്തരം പ്രതികരണങ്ങൾക്ക് വരുമെന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഈ റെയിൽവേ പാളത്തിൻ്റെ അടിയിൽ കൂടി പോകുന്ന 140 മീറ്റർ നീളമുള്ള വലിയ ഓടയിൽ നിന്ന് ഏകദേശം 700 ലോഡ് മണ്ണും വേസ്റ്റാണ് അന്ന് ഓപ്പറേഷൻ അനന്തയുടെ കാലത്ത് കളഞ്ഞിരുന്നത്, അന്ന് ആ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത്. ഇപ്പോൾ നോക്കൂ, ഇന്ന് തന്നെ ഇപ്പോൾ ഈ ജോയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ തന്നെ എത്ര വേസ്റ്റാണ് പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. ഒരാൾ പൊക്കത്തിൽ വേസ്റ്റ് ഉണ്ടായിരുന്നാണ് പറയുന്നത് താഴെ. മാത്രമല്ല ഈ ആളുകൾ, ഈ സ്കൂബ ഡൈവേഴ്സ് അതിനകത്തേക്ക് പോകുമ്പോൾ അവർക്ക് ശ്വാസം മുട്ടുന്ന രീതിയിൽ ഈ മാലിന്യം അടിഞ്ഞുകൂടി പാറ പോലെ ആയിരിക്കുന്നു. അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയാണ് അവർ തിരിച്ചു വരുന്നത്. ഇതൊക്കെ അവിടുത്തെ ഒരു സാഹചര്യം. അന്ന് 25 കോടിയായിരുന്നു ഓപ്പറേഷൻ അനന്തയുടെ 1ാം ഘട്ടത്തിന് ചിലവായത്. എന്തുകൊണ്ട് തുടർച്ചയുണ്ടായിട്ടില്ല എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ഇടത് സർക്കാരുകൾ തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമുണ്ട്. ഇനി ഈ റെയിൽവേ ട്രാക്കിന് താഴത്തെ ഈ തുരങ്കത്തിൽ 3 വർഷത്തിൽ തന്നെ ഈ മാലിന്യം അടിയും, അത് കളയേണ്ടതാണ്. അന്ന് തന്നെ അന്നത്തെ കളക്ടർ ബിജു പ്രഭാകർ അന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് നടപ്പാക്കുന്നില്ല. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് വലിയ വീഴ്ചകളൊക്കെ ഉണ്ട്. അന്ന് ആ തുരങ്കത്തിൻ്റെ വീതി കൂട്ടണമെന്ന നിർദ്ദേശം വന്നതാണ്, റെയിൽവേ അത് അംഗീകരിച്ചിട്ടില്ല. അന്നേ അത് പറയുന്നതാണ്, അല്ലെങ്കിൽ അത് അപകടം ചെയ്യുമെന്ന്. അപ്പോൾ കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകി, ഒരു നടപടി എടുക്കാതായതോടെ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് കാട്ടി വീണ്ടും നോട്ടീസ് നൽകി. ഇതിപ്പോൾ നടന്ന സംഭവമാണ്. നോട്ടീസ് നൽകി. ഇതേ തുടർന്നാണ് ഇപ്പോൾ മാലിന്യം നീക്കാൻ റെയിൽവേ കരാർ കൊടുത്തത്. അത് അവരുടെ ആ കരാറുകാരൻ്റെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ജോയ് എന്നുള്ളതാണ്. ഈ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് മാത്രമുള്ള ഒരു
പ്രശ്നം ഈ 117 മീറ്ററിൻ്റെ പ്രശ്നമല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ്. ഈ മാനുവൽ സ്കാവഞ്ചിങ് രാജ്യത്ത് തന്നെ നിരോധിച്ച് 2013 2023 ഒക്ടോബറിൽ സുപ്രീം കോടതി മനുഷ്യരെ ഉപയോഗിച്ച് മാലിന്യ നീക്കം അവസാനിപ്പിക്കണമെന്ന കർശന നിർദ്ദേശം തന്നെ പുറപ്പെടുവിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഓട്ടോമേറ്റഡ് ക്ലീനിങ് നിർബന്ധമാക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത്. അതിനുശേഷം എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി തന്നെയുള്ള റെയിൽവേ ഇങ്ങനെ കരാർ ഏൽപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം, അങ്ങനെ പ്രതിക്കൂട്ടിലാവുന്ന ഒരു വിഷയം തന്നെയാണ് റെയിൽവേയെ സംബന്ധിച്ച്. അപ്പോൾ റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള അഴുക്കുചാൽ ശുചീകരണം പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പാക്കിയത് കേരളത്തിലാണ് കേട്ടോ, ഗുരുവായൂരിൽ. മാൻഹോളിൽ മനുഷ്യരെ ഇറക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഉത്തരവ് തന്നെ ഇവിടെ നിലവിലുണ്ട്. എന്നാലും മനുഷ്യർ ഇറങ്ങുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് പലയിടത്തും ഈ രൂപത്തിലുണ്ട് എന്ന്. 2015 നവംബർ 26 അല്ലേ നൗഷാദിൻ്റെ സംഭവം, 2015. ഇപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ രീതിയിൽ വീണ്ടും കാര്യങ്ങൾ സംഭവിക്കുന്നു. 1500 രൂപ എന്നുള്ള ദിവസ കൂലിക്ക് വേണ്ടി ഒരു സംവിധാനവുമില്ലാതെ ഈ തൊഴിലാളി ഇറങ്ങുന്നു. ആ തൊഴിലാളിയെ സംബന്ധിച്ച് ഇന്നും ഇന്നലെയും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അയാളെ കാണാതാകുമ്പോഴാണ് അറിയുന്നത്. ഈ രൂപത്തിൽ തന്നെ ആയിരിക്കും ഇവർ ഉണ്ടാവുക. അല്ല, അതങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ അയാൾ നിരന്തരം ഇത്തരം തോടൊക്കെ വൃത്തിയാക്കാൻ പോകുന്ന ഒരാളാണ്. Meet the editors.